നിങ്ങളുടെ വീട്ടിൽ ഡോഗുണ്ടോ? ഇന്ത്യൻ ഡോഗ്സിനെ പൊതുവെ ആർക്കും വലിയ മതിപ്പൊന്നുമില്ല. പക്ഷേ നിങ്ങളൊരു ഇന്ത്യൻ ഡോഗിനെ ഒരു തവണയെങ്കിലും വളർത്തി നോക്കണം. അത് ഞാൻ പറയാൻ കാരണം, ഞാൻ ഫസ്റ്റ് വാങ്ങുന്നത് ഒരു ബീഗിളാണ്. അത് കഴിഞ്ഞിട്ട് ഞാനും എൻ്റെ ഹസ്ബൻഡും വേറൊരു ഡോഗിനെ വാങ്ങാമെന്ന് വിചാരിച്ച് പ്ലാൻ ചെയ്ത് വയ്ക്കുമ്പോൾ അഡോപ്ഷൻ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ശംഖുമുഖത്ത് പോയി അഡോപ്റ്റ് ചെയ്തൊരു ഡോഗാണ് ഇത്. ഇവളുടെ പേര് ഇസ. ഇവളോട് എനിക്ക് ഒരുപാട് ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉണ്ട്. ഇത് റോസിനെ ഞാൻ അടുത്ത് നിന്ന് റെസ്ക്യൂ ചെയ്തതാണ്. എടാ സംസാരിക്കട്ടെടാ. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ വർഷം ഈ സമയത്ത് എനിക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ കിടപ്പായിരിക്കും എപ്പോഴും. എനിക്ക് വോമിറ്റിംഗ് വരും, പനി ഉണ്ടായിരുന്നു, ബോഡി പെയിൻ ഉണ്ടായിരുന്നു. ഹസ്ബൻഡ് മാക്സിമം എൻ്റെ കൂടെ ഇരുന്ന് തന്നെ നോക്കി. പക്ഷേ എങ്കിൽ പോലും ഏട്ടൻ സോഫയൊക്കെ ഇരുത്തുന്നതാട്ടോ. അതിലൊന്നും നമുക്കൊരു പ്രശ്നമില്ല. സോഫ വേറെ വാങ്ങാം, പക്ഷേ ഇത്ര സ്നേഹമുള്ള ഡോഗിൽ നിന്ന് വേറെ കിട്ടാൻ പാടാം. ഏട്ടൻ മാക്സിമം എൻ്റെ കൂടെ ഇരുന്ന് നോക്കും. എല്ലാ ദിവസങ്ങളിലും ഓഫീസിൽ പോകണം. ഓഫീസിൽ പോകുമ്പോൾ ഇവരാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഇസയാണ് ഇവിടുത്തെ മെയിൻ ഗാർഡ്. ഓക്കെ, റോസ് എപ്പോഴും എൻ്റെ അടുത്തുണ്ടാകും. ഇതാണ് റോസ് എപ്പോഴും എൻ്റെ അടുത്തുണ്ടാവും ബെഡ്റൂമിൽ. ഇസ ഹാളിലായിരിക്കും. അപ്പോൾ ആരെങ്കിലും ജസ്റ്റ് കയറി ഫസ്റ്റ് ഫ്ലോർ, നമ്മളിപ്പോൾ 3rd ഫ്ലോറിലുള്ളത്, ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ആരെങ്കിലും കയറുമ്പോഴേക്കും സൗണ്ട് കേട്ടാൽ പോലും അവൾ വല്ലാണ്ട് ബഹളം വയ്ക്കും. എന്തെങ്കിലും ഓൺലൈൻ ഡെലിവറിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും അവർ കോൾ ചെയ്യും. കാരണം അവർക്ക് പേടിയാണ് ഇതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ. ഇതൊക്കെ ഭയങ്കര, പക്ഷെ അവളങ്ങനെയാണ്. ഓക്കെ, അപ്പം ഞാൻ വോമിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ, അന്ന് ഇവരിങ്ങനെ ലോക്ക് ചെയ്തിടാറില്ല. അപ്പം ഞാൻ വോമിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഇസ ഓടി വരും. ഞാൻ എന്താടാ ഒരുപാട് ചുമച്ചാൽ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു ഡിഫിക്കൽട്ടി തോന്നിക്കഴിഞ്ഞാൽ, എൻ്റെ വോയിസിന് എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നാൽ സെക്കൻഡിൽ ഓടി വരും ഇവർ രണ്ടുപേരും. ഇതുപോലെ ഇപ്പം എനിക്ക് സങ്കടം വന്നതുകൊണ്ടാണ് അവൾ പെട്ടെന്ന് അങ്ങനെ ആക്കിയത്. അപ്പോൾ അവർ നമ്മളെ സ്നേഹിച്ചെങ്കിലും അവരുടെ സ്നേഹം എന്താ നമുക്കറിയാൻ പറ്റുള്ളൂ. അല്ലേ റോഷു? ഇവരെൻ്റെ പൊന്നു മക്കളാണ്. നമ്മൾ വാങ്ങുന്ന ഡോഗ്സ്, ഇപ്പോൾ ഇവയാണെങ്കിൽ ഇവയെ ഞാൻ 18,000 രൂപ കൊടുത്ത് മേടിച്ചതാണ് 2024. ഇവ ഓക്കെ എല്ലാം ഉണ്ട്, അവളും അലോട്ടാണെല്ലാം. അമ്മയോട് ഭയങ്കര അറ്റാച്ച്മെൻറ്റാണ്, സ്നേഹം. പക്ഷെ അമ്മയോടുള്ള സ്നേഹമൊക്കെ വേറെ ആരോടും ഇല്ല. അവളെ സംബന്ധിച്ചിട്ട് അവളൊക്കെ നമ്മൾ ടേക്ക് കെയർ ചെയ്യണം അവളെ. പക്ഷെ ഇവരങ്ങനല്ല, ഇവർ രണ്ടുപേരും നമ്മളെ ടേക്ക് കെയർ ചെയ്യും. അതാണ് ഇന്ത്യൻ ഡോഗ്സിൻ്റെയും ബാക്കി ബ്രീഡ്സും തമ്മിലുള്ള വ്യത്യാസം. പറയണം തോന്നി. ഓക്കെ, ബൈ.